ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, അസാധ്യമായത് സാധ്യമാക്കാൻ ഏക മാർഗമെന്ന് പറയുന്നത് അത് സാധ്യമാകും എന്നുറച്ചു വിശ്വസിക്കുക തന്നെയാണ്. ഉറച്ച വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. അതിനോടൊപ്പം നിരന്തര പരിശ്രമം കൂടിയാകുമ്പോൾ വിജയം സമ്പൂർണ്ണമാകും. ലക്ഷ്യത്തിലേക്കുള്ള നിതാന്തമായ പരിശ്രമമാണ് യഥാർത്ഥ വിശ്രമമെന്ന് തിരിച്ചറിയുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദേശീയ പട്ടികജാതി കമ്മീഷൻ. എന്താണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ? അതിൻ്റെ ഘടന എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അധികാരങ്ങൾ എന്താണ്? അതിലെ അംഗസംഖ്യ എന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. പക്ഷേ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതിൽ ഉണ്ട്. അത് വ്യക്തതയോടുകൂടി മനസ്സിലാക്കി പോവുക. അപ്പോൾ നമുക്ക് നോക്കാം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ആദ്യമേ പറയുക, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലാത്തതേത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതേത്, ഇങ്ങനെയൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്, ഒരു കമ്മീഷൻ പഠിക്കുമ്പോൾ അത് ഏത് നേച്ചറിൽ പെട്ടതാണെന്ന് ആദ്യമേ പഠിച്ചു വയ്ക്കുക. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. വ്യക്തമായി മനസ്സിലാക്കണം. പക്ഷേ തുടക്കത്തിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയൊന്നും ആയിരുന്നില്ല. ശരിക്കൊരു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് തുടങ്ങിയത്. അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ നാൾ വഴികളിലേക്ക് പോകാം. ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും അത് ഭരണഘടനയിലെ ഒരു ഭാഗത്ത് കാണണമല്ലോ. ആ ഭാഗം പാർട്ട് 16 പാർട്ട് 16 SC/ST അല്ലെങ്കിൽ SC കമ്മീഷൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൺ ക്ലാസസ് എന്നാണ്. അതായത് ചില പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട അവരുടെ പ്രത്യേക ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗക്കാർക്കുള്ള ആനുകൂല്യങ്ങളും അവരെക്കുറിച്ചുള്ള പ്രത്യേകതകളും ഒക്കെ പറയുന്നതാണ് 16-ാം ഭാഗം, ഇന്ത്യൻ ഭരണഘടനയിലെ 16-ാം ഭാഗം. അതിനകത്താണ് ആ സർട്ടൺ ക്ലാസസിൽ പെട്ടതാണ് SC കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SC വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പാർട്ട് 16 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോഴൊരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണമല്ലോ, ആർട്ടിക്കിൾ 338. ഭരണഘടനയിലെ 338-ാം വകുപ്പിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പാർട്ട് 16, ആർട്ടിക്കിൾ 338. ഇത്രയും ക്ലിയർ ആയല്ലോ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. It is stated in part 16 of Indian Constitution, Article 338. Article deals with the SC Commission, National SC Commission. ഇത്രയും ക്ലിയറായി. ഇനി നോക്കുക, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആ രൂപീകരണം. നമുക്കൊന്ന് അതിൻ്റെ നാൾ വഴികളിലേക്കൊന്ന് പോകാം. ഒറിജിനലി ഈ ആർട്ടിക്കിൾ ഒന്ന് ശ്രദ്ധിക്കണേ. ആർട്ടിക്കിൾ 338 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്പെഷ്യൽ ഓഫീസർ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. രണ്ടും കൂടെ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ ഇൻവെസ്റ്റിഗേറ്റ് ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഫോർ SC ആൻഡ് ST.
നമ്മുടെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അവരുടെ അവസ്ഥകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാം എന്നാണ് തുടക്കത്തിൽ ആർട്ടിക്കിൾ 338 പറഞ്ഞിരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 338 മുമ്പ് പറഞ്ഞിരുന്ന എന്താണ്? രാജ്യത്തെ പട്ടികജാതിക്കാരുടെ മാത്രമല്ല, ഒരുമിച്ചാണ് പറയുന്നത്, രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ, SC ST വിഭാഗക്കാരുടെ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ, സംരക്ഷണം, ഇതൊക്കെ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വ്യക്തതയാർന്ന ശുപാർശ നൽകാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ രാഷ്ട്രപതിക്ക് നിയമിക്കാം എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338 ഒറിജിനലി മുമ്പ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആർട്ടിക്കിൾ 338 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ സ്പെഷ്യൽ ഓഫീസർ. ആ പദവിയെ വിളിക്കുന്ന പേര് സ്പെഷ്യൽ ഓഫീസർ ഫോർ SC ST. അതാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഉദ്യോഗസ്ഥൻ. എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഫോർ ദി SC ST. SC STയുടെ ഭരണഘടനാപരമായ സേഫ് ഗാർഡുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ, അവരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ, ഭരണഘടന അവർക്ക് എന്ത് സംരക്ഷണം നൽകുന്നു, അത് നടപ്പാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിരുന്നത് 338. ക്ലിയർ ആയല്ലോ? നോക്കൂ, സ്പെഷ്യൽ ഓഫീസർ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് കമ്മീഷണർ ഫോർ SC ST. അതിനെ ആ സ്പെഷ്യൽ ഓഫീസറെ വിളിക്കുന്നത് എന്താണ്? കമ്മീഷണർ. അപ്പം 338 വകുപ്പ് പ്രകാരം എ കമ്മീഷണർ ഫോർ SC ST ഈസ് അപ്പോയിൻറ്റഡ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിയമിക്കപ്പെടുന്ന ആ സ്പെഷ്യൽ ഓഫീസറുടെ ഡെസിഗ്നേഷൻ എന്താണ്? കമ്മീഷണർ ഫോർ SC and ST. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മൾ SC കമ്മീഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ നാൾ വഴികൾ പറഞ്ഞു വരാം. ഇനി ശ്രദ്ധിക്കണം. In 1978, the government through a resolution set up non-statutory multi-member commission for SC and ST. അപ്പോൾ 338 പ്രകാരം ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ സ്പെഷ്യൽ ഓഫീസറെ നമ്മൾ വിളിച്ചത് കമ്മീഷണർ ഫോർ SC and ST എന്നായിരുന്നു വിളിച്ചിരുന്നത്. ക്ലിയർ അല്ലേ? ആ സ്പെഷ്യൽ ഓഫീസർ നിലനിൽക്കെ തന്നെ 1978 ഗവൺമെൻറ് ഒരു പ്രത്യേക റെസല്യൂഷൻ പാസ്സാക്കി. പാർലമെൻ്റ് അല്ല, സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അല്ല വരുന്നത്. ഇനി പറയുന്നത് ഗവൺമെൻറ് ഒരു പ്രത്യേക റെസല്യൂഷനിലൂടെ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി മൾട്ടി മെമ്പർ കമ്മീഷൻ ഫോർ SC and ST വാസ് ഫോംഡ്. ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ഓർക്കുക. ദി ഓഫീസ് ഓഫ് കമ്മീഷണർ ഈസ് ആൾസോ കണ്ടിന്യൂഡ് ടു എക്സിസ്റ്റ്. ആ നിലവിലുള്ള കമ്മീഷണറെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ഒരു മൾട്ടി മെമ്പർ ബോഡിയായിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആകരുത് കേട്ടോ. അതായത് 338 വകുപ്പ് പ്രകാരം രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾക്ക് അത് കണ്ടെത്താനും പരിഹരിക്കുന്നതിനും അവരുടെ ഭരണഘടനാപരമായ അവർക്ക് സംരക്ഷണം നൽകുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു. ആ സ്പെഷ്യൽ ഓഫീസറെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ആ സ്പെഷ്യൽ ഓഫീസർ അറിയപ്പെടുന്നത് കമ്മീഷണർ ഫോർ SC and ST എന്നായിരുന്നു. ആ കമ്മീഷണർ നിലനിൽക്കെ തന്നെ 1978 ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു റെസല്യൂഷനിലൂടെ ഒരു മൾട്ടി മെമ്പർ കമ്മീഷനെ നിയമിക്കുകയാണ്. മൾട്ടി മെമ്പർ കമ്മീഷനെ നിയമിക്കുകയാണ്. അത് ഒന്നിലധികം അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മീഷൻ. ആ കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷനും അല്ല. നോൺ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതായത് ശരിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷൻ എന്ന് വേണമെങ്കിൽ പറയാം, എക്സിക്യൂട്ടീവ് കമ്മീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മീഷനെ ഗവൺമെൻറ് നിയമിക്കുകയാണ്. അതാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബോല പസ്വാൻ ശാസ്ത്രിയാണ്.
ദിസ് കമ്മീഷൻ വാസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബോല പസ്വാൻ ശാസ്ത്രി. മറന്നു പോകരുത്, ഇനി പല ആൾക്കാരുടെ പേര് പഠിക്കുമ്പോൾ കൂടി കുഴയരുത്. ഇതെന്ത് കമ്മീഷനാണ്? ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടറി കമ്മീഷനാണ് ഗവൺമെൻറ് 1978 നിയമിക്കുന്നത്. മൾട്ടി മെമ്പർ ബോഡി കമ്മീഷനാണ്. അപ്പോഴും നേരത്തെ പറഞ്ഞ കമ്മീഷൻ ഫോർ SC/ST നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു കമ്മീഷനും കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കമ്മീഷൻ SC/ST കമ്മീഷൻ എന്ന് പറയുന്നത്, ഇത് ശ്രദ്ധിക്കണം, ആദ്യത്തെ SC/ST കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന് പറയാറില്ല അതിന്, എങ്കിൽ തെറ്റും. നമ്മുടെ രാജ്യത്തെ ഒരു SC/ST കമ്മീഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ SC/ST കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ബോല പസ്വാൻ ശാസ്ത്രിയാണ്. ഈ ബോല പസ്വാൻ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ 1978 ഗവൺമെൻറ് ഒരു SC/ST കമ്മീഷനെ നിയമിച്ചപ്പോൾ പഴയ കമ്മീഷണർ ഫോർ SC/ST എന്ന് പറയുന്ന പോസ്റ്റ് മാറ്റിയിട്ടില്ല, അതും നിലവിലുണ്ട്. നോക്കൂ, എന്നിട്ട് 1987 ആയപ്പോൾ ഈ 1987 ദി ഗവൺമെൻറ് ത്രൂ അനദർ റെസൊല്യൂഷൻ, ഗവൺമെൻറ് വീണ്ടും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട്, വീണ്ടും ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് മോഡിഫൈഡ് ദി ഫങ്ഷൻസ് ഓഫ് ദി കമ്മീഷൻ ആൻഡ് റീനെയിംഡ് ഇറ്റ് ആസ് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST. കണ്ട, ഇവിടെ നാഷണൽ കമ്മീഷൻ എന്ന് പറയാറില്ല. ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1978 അങ്ങനെ പറയുള്ളായിരുന്നു, ബോല പസ്വാൻ ശാസ്ത്രിയുടെ അധ്യക്ഷതയിൽ. എന്നാൽ 1987 ആയപ്പോൾ ആ കമ്മീഷനിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട്, പുതിയ റെസൊല്യൂഷനിലൂടെ ആ കമ്മീഷനിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് അതിനൊരു പേരിട്ടു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇത് ആ നാൾ വഴികൾ മറന്നു പോകരുത്. അതായത് 338 ആർട്ടിക്കിൾ പ്രകാരം ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാം എന്നായിരുന്നു ഭരണഘടനയിൽ നേരത്തെ പറഞ്ഞിരുന്നത്. ആർക്ക് വേണ്ടി? SC/STക്ക് വേണ്ടിയിട്ട്. ആ സ്പെഷ്യൽ ഓഫീസറെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കമ്മീഷണർ ഫോർ SC/ST എന്ന് അറിയപ്പെട്ടിരുന്നു. അത്രയും ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ആദ്യമായിട്ട് 1978 ആയപ്പം ഗവൺമെൻറ് ഒരു റെസൊല്യൂഷനിലൂടെ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു മൾട്ടി മെമ്പർ കമ്മീഷനെ കൂടെ നിയമിക്കുന്നു. ആ സമയത്തും ദി ഓഫീസർ ഓഫ് കമ്മീഷൻ ആൾസോ കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. അത് ആ ഓഫീസർ നിലനിൽക്കെ തന്നെ മറ്റൊരു മൾട്ടി മെമ്പർ കമ്മീഷനെയും കൂടെ നിയമിക്കണം. ആ കമ്മീഷനെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നേ പറയുന്നുള്ളൂ. എന്നാൽ 1987 ആയപ്പം ആ കമ്മീഷനിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിയ അനദർ റെസൊല്യൂഷനിലൂടെ, മറ്റൊരു റെസൊല്യൂഷനിലൂടെ ഈ കമ്മീഷനിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതിന് പേരിട്ടു, അതിനെ റീനെയിം ചെയ്തു. എങ്ങനെ? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതായത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. സംയുക്ത കമ്മീഷനാണ്. പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമല്ല, പട്ടികവർഗക്കാർക്കും വേണ്ടിയിട്ടും കൂടെ ചേർത്താണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മീഷൻ നിയമിക്കുന്നത്. ഇനിയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇതുവരെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞ നാൾ വഴികൾ പറഞ്ഞപ്പോൾ അവിടെ ഒരിടത്തും ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞില്ല. ആദ്യം 338 പ്രകാരം ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കമ്മീഷനൊക്കെ വന്നത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നുള്ള രീതിയിലാണ് വന്നത്. എന്നാൽ ലെറ്റർ ഇതൊന്ന് ശ്രദ്ധിക്കുക. 65th Constitutional Amendment Act of 1990 provided for the establishment of a higher level multi-member National Commission for Scheduled Caste and Scheduled Tribes. അതിൻ്റെ നിറം മാറി. നേരത്തെ പറഞ്ഞു വന്നിരുന്ന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ രൂപവും ഭാവവും മാറി. കാരണം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണ് ഈ കമ്മീഷൻ ശരിക്കൊരു ഹൈ ലെവൽ മൾട്ടി മെമ്പർ കമ്മീഷനായി രൂപാന്തരപ്പെടുന്നത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ന് പറയുമ്പം ഇനി നമുക്ക് പറയാം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായി മാറിക്കഴിഞ്ഞു. കാരണം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ 1990 65-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ മൾട്ടി മെമ്പർ കമ്മീഷൻ നിലവിൽ വന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട്. ഇത് ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ആ നാൾ വഴികൾ അങ്ങനെ ഓർഡറായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ്
Tribes is a constitutional body. This constitutional body was created according to which Amendment Act? 65th Amendment Act of 1990. 1990 65ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. നോക്കൂ, ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി റീപ്ലേസ്ഡ് ദി കമ്മീഷണർ ഫോർ SC and ST. അപ്പോൾ ഈ അമെൻമെൻറ്റ് ആക്ട് ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് SC and ST കമ്മീഷന് രൂപം കൊടുത്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ കമ്മീഷൻ വന്നപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ത് ചെയ്തു? റീപ്ലേസ്ഡ് ദി കമ്മീഷണർ ഫോർ SC and ST. നേരത്തെ നമ്മൾ ആദ്യം ഒരു കമ്മീഷൻ വന്നു, അതിനെ മോഡിഫിക്കേഷൻ വരുത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. 1978 ബോല പസ്വാൻ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വന്നു, അതിനെ മോഡിഫിക്കേഷൻ വരുത്തി. പിന്നെ 1987 മോഡിഫിക്കേഷൻ വരുത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോഴൊന്നും ആ സ്പെഷ്യൽ ഓഫീസറെ മാറ്റിയിട്ടില്ല. കമ്മീഷണർ ഫോർ SC and ST എന്ന് പറയുന്നത് നിലവിലുണ്ട്. എന്നാൽ 65ാം ഭേദഗതിയിലൂടെ 1990 65ാം ഭേദഗതിയിലൂടെ 65ാം ഭേദഗതി പാസ്സാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ഒരു ഭരണഘടനാ സ്ഥാപനമായി ഇത് മാറിയപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ത് ചെയ്തു? ആ കമ്മീഷണർ എന്ന് പറഞ്ഞ പദവി എടുത്ത് കളഞ്ഞു. SC ST കമ്മീഷണർ എടുത്ത് ദൂരെ കളഞ്ഞു. ആസ് വെൽ ആസ് ദി കമ്മീഷൻ സെറ്റപ്പ് അണ്ടർ റെസൊല്യൂഷൻ ഓഫ് 1987. 87 ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അതിനെ എടുത്ത് കളഞ്ഞു. ആ കമ്മീഷണറെ എടുത്ത് കളഞ്ഞിട്ട് പ്യുവറായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞ ഒരു ബോഡി വന്നു. ഇതാണ് ഇന്ത്യയിലെ ശരിക്കു പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന നാഷണൽ കമ്മീഷൻ. ഇത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നു വെച്ചാൽ 65ാം ഭേദഗതി. പക്ഷെ നിലവിൽ വന്നത് 90-ലല്ല, ഭേദഗതി 90-ലാണ്. 90-ലെ ഭേദഗതിയിലൂടെ ഇത് നിലവിൽ വന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് ഫോംഡ് ഓൺ 1992 മാർച്ച് 12. നോക്കൂ, 1992 മാർച്ച് 12 ഇന്ത്യയിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നിലവിൽ വന്നത്. അപ്പം നേരത്തെ പഠിച്ചത് ഇനി വലിയ പ്രസക്തിയില്ല, ഇത് മുതലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അത് മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം അല്ലേ. 338 ആർട്ടിക്കിൾ പ്രകാരം ഒരു കമ്മീഷണർ, അത് കഴിഞ്ഞിട്ട് 1978 ബോല പസ്വാൻ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. എന്നിട്ട് 1987 അതിനെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് പേര് മാറ്റി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞു. അപ്പോഴും ആ സ്പെഷ്യൽ ഓഫീസർ തുടരുകയാണ്. എന്നാൽ 65ാം ഭേദഗതിയിലൂടെ 1990 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞൊരു കമ്മീഷൻ രൂപീകരിക്കാം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. ആ കമ്മീഷൻ എന്ത് ചെയ്തു? നേരത്തെയുള്ള കമ്മീഷനെയും മാറ്റി, നേരത്തെ നിലവിലുള്ള ആ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്ന കമ്മീഷണറെയും മാറ്റി. ഇപ്പം പ്യുവറായിട്ട് ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം നിലവിലുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് സംയുക്ത കമ്മീഷനാണ്. കമ്പൈൻഡ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് ഫോംഡ് ഇൻ 1992 മാർച്ച് 12. ഇന്ത്യയിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംയുക്ത ഭരണഘടനാ സ്ഥാപനം നിലവിൽ വന്നത് 1992 മാർച്ച് മാസം 12 മറക്കരുത്. അതിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഈ സംയുക്ത കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് SH രാംധൻ ആണ്. പഠിച്ചു വയ്ക്കണം. ഏത് കമ്മീഷൻ്റെ ചെയർമാൻ? 1992 മാർച്ച് 12 നിലവിൽ വന്ന ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന സംയുക്ത കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ SH രാംധൻ ആയിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നല്ല ചോദ്യമാണ്. ബോല പസ്വാൻ ശാസ്ത്രി എന്ന് ഇവിടെ പറഞ്ഞു കളയരുത്. അതൊക്കെ 1978 ഒരു കമ്മീഷനാണ്. റെസൊല്യൂഷനിലൂടെ, ഗവൺമെൻറ് റെസൊല്യൂഷനിലൂടെ വന്ന കമ്മീഷൻ്റെ ചെയർമാനാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് ഒരു സംയുക്ത കമ്മീഷൻ വന്നതിന് ശേഷം
ആദ്യത്തെ ചെയർമാൻ 1992 മാർച്ച് 12 കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ചെയർമാൻ SH രാംധൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? എന്നാൽ ഇപ്പോഴതാണോ ഉള്ളത്? അല്ല. നിങ്ങളത് വ്യക്തമായി പഠിക്കണം. ഇപ്പം ഇന്ത്യയിലുള്ളത് എന്താണ്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ സംയുക്ത കമ്മീഷനാണോ? അല്ല. ഇന്ന് ഇന്ത്യയിൽ ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും 2 സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. ബൈഫ്രിക്കേഷൻ. അതെങ്ങനെ ബൈഫ്രിക്കേറ്റ് ചെയ്തു? അതിൻ്റെ കാരണക്കാരൻ ആദ്യമേ ഹെഡിങ്ങിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 89th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2003. 2003 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2003 89ാം ഭേദഗതിയിലൂടെയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും 2ആയി ബൈഫ്രിക്കേറ്റ് ചെയ്തത്, ഡിവൈഡ് ചെയ്തത്. ക്ലിയറായോ? 89th Constitutional Amendment Act of 2003 bifurcated the combined National Commission for SC and ST into 2 separate bodies. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന സംയുക്ത കമ്മീഷന് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ 2 സെപ്പറേറ്റ് യൂണിറ്റ്, സെപ്പറേറ്റ് ബോഡിയായി തരംതിരിച്ചത് 89ാം ഭേദഗതി 2003. അപ്പോഴിവിടെ 2 അമെൻമെൻറ്റ് നിങ്ങൾ കൂടി കുഴയൂലല്ലോ. ഇന്ത്യയിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി രൂപീകരിക്കപ്പെട്ടത് 65th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1990. മറക്കരുത്. The combined commission for scheduled caste and scheduled tribes is bifurcated under which amendment act? 89th Amendment Act 2003. 2003. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ദ നാഷണൽ കമ്മീഷൻ, രണ്ട് കമ്മീഷനെ പറയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അണ്ടർ ആർട്ടിക്കിൾ 338. രണ്ടാമത്തതോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അണ്ടർ ആർട്ടിക്കിൾ 338A. എന്ത് എളുപ്പം പഠിക്കാൻ. 338 നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പ് 338Aയിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നതെങ്കിൽ 338ലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതെങ്കിൽ 338Aയിൽ ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ 89th Amendment Act of 2003 bifurcated the combined National Commission for SC/ST into 2 separate bodies. National Commission for Scheduled Caste under Article 338, National Commission for Scheduled Tribes under Article 338A. ഇനി നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ ക്ലാസ്സുകളൊക്കെ എപ്പോഴോ ഞാൻ പറഞ്ഞതാണ്. ഇത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഇത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 338B എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഒന്ന് ഓർഡറായിട്ട് നിങ്ങൾ മനസ്സിലിട്ടോളൂ. 3 ആർട്ടിക്കിൾ. 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ, 338A ദേശീയ പട്ടികവർഗ കമ്മീഷൻ, 338B ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് പഠിക്കാം. ഇപ്പം ഇത് ഓർത്തിച്ചോളൂ. അപ്പോൾ 2 കമ്പൈൻഡ് കമ്മീഷനെ 2 കമ്മീഷനായി തരംതിരിച്ചു. ഇനി ഈ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എങ്ങനെ? ദി സെപ്പറേറ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കെയിം ഇൻടു എക്സിസ്റ്റൻസ് ഓൺ 2004 February 19th. നോക്കൂ, 2004 February 19 ഇന്ത്യയിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ. നേരത്തെ പഠിച്ചതും ഇതുകൂടെ ക്ലാഷ് ആകരുതേ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് കമ്മീഷൻ വന്നതാണ്
1992 മാർച്ച് 12 എന്നൊക്കെ നമ്മൾ പഠിച്ചത്. എന്നാൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19 അതേ ദിവസം തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. A separate national commission for scheduled caste came into existence on February 19th, 2014. On the same day, National Commission for Scheduled Tribe also formed. അത്രയേ ഉള്ളൂ. ഇതേ ദിവസം തന്നെയാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷനും നിലവിൽ വന്നത്. 2003 89 ഭേദഗതിയിലൂടെ കമ്പൈൻഡ് കമ്മീഷനെ ഡിവൈഡ് ചെയ്തിട്ട് തൊട്ടടുത്ത വർഷം 2004 ഫെബ്രുവരി 19 2 കമ്മീഷനായിട്ട് നിലവിൽ വരികയാണ് ഒരേ ദിവസം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സും, രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇനി ആദ്യമായിട്ട് അങ്ങനെ 2 കമ്മീഷൻ വന്നപ്പോൾ അതിൻ്റെ ചെയർമാൻമാരെ പേരും കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് സൂരജ് ഭാൻ ആണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കൻവർ സിംഗ് ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, തെറ്റിപ്പോകരുത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്പൈൻഡ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് SH രാംധൻ എന്ന് പഠിച്ചത്. ഓർമ്മയുണ്ടോ? ഇത് ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സൂരജ് ഭാൻ ആണെങ്കിൽ 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടിക വർഗ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആയിരുന്നു. കൻവർ സിംഗ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും ക്ലിയർ ആയോ? നല്ല പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, മറന്നു പോകരുത്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ സ്ട്രക്ചർ ആൻഡ് ടെന്യൂർ നമുക്ക് നോക്കാം. അതിൻ്റെ ഘടനയും കാലാവധിയും നോക്കാം. മെമ്പേഴ്സ്: എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സ്, ടോട്ടൽ 5. 5 പേരടങ്ങുന്ന ഒരു കമ്മീഷനാണ്. 5 പേരെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ വൈസ് ചെയർമാൻ്റെ കാര്യം ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എ ചെയർമാൻ ആൻഡ് 4 അതർ മെമ്പേഴ്സ്. ആ 4 അതർ മെമ്പേഴ്സിൽ വൈസ് ചെയർമാനും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ചെയർമാനും 4 അംഗങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും 3 അംഗങ്ങളും ചേർന്നതാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ 5 ആണ്. ശ്രദ്ധിക്കണേ, ചെയർമാൻ ഉൾപ്പെടെ 5 പേര്, ചെയർമാൻ വൈസ് ചെയർമാൻ പ്ലസ് 3 മെമ്പേഴ്സ്. ഇതാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. ഇതെല്ലാം ദേശീയ പട്ടിക വർഗ കമ്മീഷനും ബാധകമാണ്. അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പഠിച്ചോളൂ, പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. ഇതെല്ലാം അവിടെയും ബാധകമാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ദേശീയ പട്ടികജാതി കമ്മീഷനിൽ ഒരു ചെയർമാൻ, ഒരു വൈസ് ചെയർമാൻ, 3 അംഗങ്ങൾ, അങ്ങനെ മൊത്തം 5 പേര്. ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ്. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പം ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ദെയർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടെന്യൂർ ഓഫ് ഓഫീസ് ആർ ആൾസോ ഡിറ്റർമൈൻഡ് ബൈ ദി പ്രസിഡന്റ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ, കാലാവധി എന്നിവയെല്ലാം നിശ്ചയിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഒരു സംശയവും വേണ്ട. ക്ലിയർ അല്ലേ? വ്യക്തമായി മനസ്സിലായില്ലേ? ഇനി നോക്കുക, ടേം ഓഫ് ഓഫീസ് 3 years. അംഗങ്ങളുടെ കാലാവധി, ചെയർമാനായാലും വൈസ് ചെയർമാനായാലും അംഗമായാലും ആരായാലും, ടേം ഓഫ് ഓഫീസ് ഓഫ് ഓൾ മെമ്പേഴ്സ് 3 years, 3 വർഷമാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ കാലാവധി. മറക്കാതിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ, മെമ്പേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെന്റ്. ഇത് ശ്രദ്ധിക്കണം. നമ്മൾ UPSC ഒക്കെ പഠിച്ചപ്പോൾ ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെന്റ് എന്നൊക്കെയാണ് പഠിച്ചത്. ഇവിടെ നിങ്ങൾ പഠിക്കണം, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ
റീ അപ്പോയിൻമെൻറ്റിന് കഴിയും. വീണ്ടും പുനർനിയമനം അല്ലെങ്കിൽ പുനർനിയമനത്തിന് അർഹതയുണ്ട്. വീണ്ടും നിയമിക്കപ്പെടാൻ അർഹതയുണ്ട്. തുടർ നിയമനത്തിനോ പുനർനിയമനത്തിനോ എന്ന് പറയും അർഹതയുണ്ട്. ബട്ട് ഫോർ എ മാക്സിമം ഓഫ് 2 terms ഇൻ ടോട്ടൽ. അത് വ്യക്തമായി പഠിക്കണം കേട്ടോ. തുടർ നിയമനത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞാലും 2 തവണയേ ഇങ്ങനെ ആകാൻ കഴിയുള്ളൂ. മൊത്തം ഒരു വ്യക്തിക്ക് 2 തവണയേ ഇതിൻ്റെ ചെയർമാനോ അംഗമോ ആകാൻ പറ്റുള്ളൂ. 3-ാം തവണ പറ്റൂല. അപ്പം പുനർനിയമനത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി എന്നർത്ഥം. 2 തവണ 2 terms ടോട്ടൽ 2 തവണയേ പാടുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നിയമിക്കപ്പെടാം എന്നർത്ഥം. പിന്നീട് പറ്റൂല. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് പോലെ അല്ലേ, 2 തവണ മാത്രമല്ലേ ഒരു വ്യക്തിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മെമ്പേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്. എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ നിങ്ങൾ കറക്റ്റ് എന്ന് പറയുക. ബട്ട് ഫോർ എ മാക്സിമം ഓഫ് 2 terms ഇൻ ടോട്ടൽ. മൊത്തം 2 തവണയെ ഈ സ്ഥാനത്തിരിക്കാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവൻ. അത് തന്നെയാണ് പട്ടികവർഗ കമ്മീഷൻ്റെയും ആസ്ഥാനം. ഇതെല്ലാം ഒന്നുപോലെ തന്നെയാണ്. നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നോക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ലോക് നായക് ഭവൻ, ന്യൂഡൽഹി ആണ് ഇതിൻ്റെ ആസ്ഥാനം. അതിൻ്റെ പേര് ലോക് നായക് ഭവൻ എന്നാണ്. ക്ലിയറായോ? ഇനി അതിൻ്റെ ഫങ്ഷൻസിലേക്ക് നമുക്കൊന്ന് പോകാം. ഫങ്ഷൻസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്: ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അതർ ലീഗൽ സേഫ് ഗാർഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ടു ഇവാലുവേറ്റ് ദെയർ വർക്കിംഗ്. സിമ്പിളല്ലേ? എന്താണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം, ധർമ്മം എന്താണ്? ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അതർ ലീഗൽ സേഫ് ഗാർഡ് ഫോർ എസീസ് ആൻഡ് ടു ഇവാലുവേറ്റ് ദെയർ വർക്കിംഗ്. അതായത് നമ്മുടെ രാജ്യത്ത് ഭരണഘടനയും മറ്റു നിയമങ്ങളും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കുന്ന സംരക്ഷണം ശരിക്ക് പ്രായോഗികമാണോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. ആ നിയമം ശരിയായ രീതിയിൽ നടപ്പിലാകുന്നുണ്ടോ? അതായത് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായതും അല്ലാത്തതുമായ നിയമങ്ങൾ. ഭരണഘടനയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത നിയമങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ SC/ST അട്രോസിറ്റീസ് ആക്ട്, പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമം. അതൊക്കെ ഈ കമ്മീഷൻ പരിശോധിക്കുക. അതൊക്കെ ശരിക്കും പ്രാവർത്തികമാകുന്നുണ്ടോ, നടപ്പാകുന്നുണ്ടോ, അതുവഴി ഇവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനുള്ള, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരമാർക്കാണ്? നമ്മുടെ SC/ST. അധികാരമല്ല, അവരുടെ ചുമതലയാണ്. അപ്പോൾ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ലീഗൽ സേഫ് ഗാർഡ് ഫോർ SCs ആൻഡ് ടു ഇവാലുവേറ്റ് ദെയർ വർക്കിംഗ്. ഇനി ടു എൻക്വയർ ഇൻ ടു സ്പെസിഫിക് കംപ്ലൈൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഡിപ്രവേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് സേഫ് ഗാർഡ് ഓഫ് SC/ST. ടു എൻക്വയർ ഇൻ ടു സ്പെസിഫിക് കംപ്ലൈൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഡിപ്രവേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് SCs. പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ ആരെങ്കിലും കൈയടക്കുന്നുവെങ്കിൽ, അവകാശങ്ങൾ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ, അവകാശങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നുവെങ്കിൽ, അവരെ സേഫ് ഗാർഡിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തുക. അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെ, പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രത്യേക പരാതികൾ ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജോലി. ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് അഡ്വൈസ് ഓൺ പ്ലാനിംഗ് പ്രോസസ് ഓഫ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് SCs. കേട്ടോ, പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ വികസന ആസൂത്രണങ്ങളിൽ പങ്കാളിയാകുക. രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനം ആസൂത്രണം ചെയ്യുമ്പോൾ അതിൽ റോള് വഹിക്കുക, അതിലിടപെടുക. ആർക്ക്? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കൂ, ആൻഡ് ടു ഇവാലുവേറ്റ് ദി പ്രോഗ്രസ് ഓഫ് ദെയർ ഡെവലപ്മെൻറ്റ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്.
ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നടപ്പിലാക്കുന്ന പട്ടികജാതി പട്ടികവർഗ വികസന പദ്ധതികൾ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൽ പങ്കാളിയാകുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഡെവലപ്മെൻറ്റ് പരിപാടികളിൽ പങ്കാളിയാകുക. ആ ഡെവലപ്മെൻറ്റ് പരിപാടികൾ ഇവാലുവേറ്റ് ചെയ്യുക, അതൊന്ന് വിശകലനം ചെയ്യുക. അതായത് പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ഒന്ന് പരിശോധിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ഫംഗ്ഷൻ നോക്കുക. ടു പ്രസൻറ്റ് ടു ദി പ്രസിഡന്റ് annually and such other times as the commission may deem fit report upon their working of those safeguards. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ആദ്യം പഠിക്കുക. SC കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, സബ്മിറ്റ്സ് ഇറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ടു ഡാഷ് പ്രസിഡന്റ്. ആർക്കാണ്? ടു ദി പ്രസിഡന്റ്. ഇത് ദേശീയ പട്ടികജാതി കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. അത് എങ്ങനെയാണ്? ഒന്നുകിൽ ആനുവലി, വർഷം തോറും, അല്ലെങ്കിൽ അറ്റ് സച്ച് അതർ ടൈംസ് ആസ് ദി കമ്മീഷൻ മേ ഡീം ഫിറ്റ്, കമ്മീഷന് തോന്നുന്നത്. ഇപ്പോഴും വാർഷിക റിപ്പോർട്ടായി മാത്രമല്ല, റിപ്പോർട്ട് ഇപ്പോൾ ഒരു അടിയന്തരമായ റിപ്പോർട്ട് കൊടുക്കാൻ റിപ്പോർട്ട് കൊടുക്കുക ആവശ്യമാണ്, അത്യാവശ്യമാണെന്ന് കമ്മീഷന് തോന്നിയാൽ അപ്പോഴും റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ വാർഷികമായിട്ടോ കമ്മീഷന് യുക്തമെന്ന് തോന്നുന്ന സമയത്തോ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുക എന്നതും ആരുടെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. നന്നായിട്ടൊന്ന് വായിച്ചു വിട്ടാൽ മതി, കാണാതെ പഠിക്കേണ്ടതില്ല. അത് to make a recommendation as the measures that should be taken by the union or state for effective implementation of those safeguard. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കരുതൽ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഗവൺമെൻറ്റിന് റെക്കമെൻഡ് ചെയ്യണം. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഈ കമ്മീഷന് ഉത്തരവാദിത്വമുണ്ട്. ക്ലിയർ അല്ലേ? വായിച്ച് മനസ്സിലാക്കി വെക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. ടു ഡിസ്ചാർജ് സച്ച് അതർ ഫങ്ഷൻസ് ഇൻ റിലേഷൻ ടു ദി പ്രൊട്ടക്ഷൻ, വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആസ് ദി പ്രസിഡന്റ് മേ സ്പെസിഫൈ. ഇനി നോക്കൂ ലാസ്റ്റ്. ഇനി പൊതുവേ പറയുന്നതാണ്, രാഷ്ട്രപതി പറയുന്ന കാര്യങ്ങൾ, രാഷ്ട്രപതി സ്പെസിഫിക് ചെയ്യുന്ന ഏത് കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഡിസ്ചാർജ് സച്ച് അതർ ഫങ്ഷൻ ഇൻ റിലേഷൻ ടു പ്രൊട്ടക്ഷൻ, വെൽഫെയർ, അതായത് പട്ടികജാതിക്കാരുടെ സംരക്ഷണം, അവരുടെ ക്ഷേമം, അവരുടെ വികസനം, ഡെവലപ്മെൻറ്റ്, ആൻഡ് അഡ്വാൻസ്മെൻറ്റ്, അവരുടെ ഉന്നമനം, ഇതിനു വേണ്ടിയിട്ട് രാഷ്ട്രപതി എന്തുപദേശം നൽകുന്നുവോ അതനുസരിക്കുക, ആ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുക. അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംരക്ഷണത്തിനോ ക്ഷേമത്തിനോ വികസനത്തിനോ അവരുടെ ഉന്നമനത്തിനോ വേണ്ടിയിട്ട് രാഷ്ട്രപതി എന്തു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതനുസരിക്കുക, അത് ചെയ്യുക. ഇതെല്ലാം പട്ടികജാതി കമ്മീഷൻ്റെ, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളാണ്. ഇത് കാണാതെ പഠിക്കേണ്ട. അവിടെയൊന്നും ഈ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കാനില്ല. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എനി വൺ ഓഫ് ദി ഫോളോയിങ് പോയിന്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അത് കാണാതെ പഠിക്കേണ്ട. ഒരു 6 പോയിൻ്റാണ് നമ്മളിവിടെ പറഞ്ഞത്. സിമ്പിളാണ്. 5-6 തവണ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. അത് ഇനി റിപ്പോർട്ടിംഗ് പ്രൊസീജിയറിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മീഷൻ പ്രസൻസ് ആൻ ആനുവൽ റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ്. കമ്മീഷൻ പ്രസൻസ് ദി ആനുവൽ റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ്. രാഷ്ട്രപതിക്കാണ്. അപ്പോൾ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രസിഡന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, മറക്കരുത്. അടുത്ത നോക്കുക. ദി പ്രസിഡന്റ്, ഇടയ്ക്കൊക്കെയുള്ള ഇതൊക്കെ ഒന്ന്, ദി പ്രസിഡന്റ് പ്ലേസസ് ഓൾ സച്ച് റിപ്പോർട്ട്സ് ബിഫോർ പാർലമെൻറ്റ്. ശ്രദ്ധിക്കണം, എൻ്റെ പ്രൊസീജിയർ കണ്ടോ? അതായത് കമ്മീഷൻ പ്രസൻസ് ദി ആനുവൽ റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ്. കമ്മീഷൻ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം.
അതൊരു ചോദ്യമായിട്ട് പഠിക്കണം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ്മിറ്റ്സ് റിപ്പോർട്ട് ടു ഡാഷ് പ്രസിഡന്റ്. ഇനി അടുത്തത്, പ്രസിഡന്റ് പ്ലേസസ് ഓൾ സച്ച് റിപ്പോർട്ട്സ് ബിഫോർ പാർലമെന്റ്. രാഷ്ട്രപതി എന്ത് ചെയ്യും? അത് പാർലമെന്റിന് മുമ്പിൽ അവതരിപ്പിക്കും. എലോങ് വിത്ത് ദി മെമ്മോറാണ്ടം എക്സ്പ്ലെയിൻ ആക്ഷൻ ടേക്കൺ ഓൺ ദി റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദി കമ്മീഷൻ. അതായത് കമ്മീഷൻ രാഷ്ട്രപതിക്ക് ശുപാർശ സമർപ്പിക്കും. ആ ശുപാർശയിന്മേൽ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന ഒരു മെമ്മോറാണ്ടത്തോടു കൂടി ആ റിപ്പോർട്ട് പാർലമെന്റിന് മുമ്പിൽ രാഷ്ട്രപതി സമർപ്പിക്കും. അതായത് ശ്രദ്ധിക്കുക, എൻ്റെ ഓർഡർ ഇതാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ്മിറ്റ്സ് റിപ്പോർട്ട് ടു ആനുവൽ റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ്. പ്രസിഡന്റ് എന്താ പറയുന്നത്, പ്ലേസസ് ഓൾ സച്ച് റിപ്പോർട്ട്സ് ബിഫോർ പാർലമെന്റ് വിത്ത് എ മെമ്മോറാണ്ടം എക്സ്പ്ലൈനിങ് ദി ആക്ഷൻ ടേക്കൺ ഓൺ ദി റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദി കമ്മീഷൻ. കമ്മീഷൻ നൽകിയ റെക്കമെൻഡേഷനിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു, കൈക്കൊണ്ടു എന്നത് വിശദീകരിച്ചുകൊണ്ടൊരു മെമ്മോറാണ്ടത്തോടു കൂടിയാണ് രാഷ്ട്രപതി ഈ റിപ്പോർട്ട് എവിടെ സമർപ്പിക്കുന്നത്? പാർലമെന്റിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ദി മെമ്മോറാണ്ടം ഷുഡ് ആൾസോ കണ്ടെയ്ൻ ദി റീസൺ ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് എനി സച്ച് റെക്കമെൻഡേഷൻ. ഇനി ഏതെങ്കിലും റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണവും മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തും. കമ്മീഷൻ നൽകിയ ഇന്ന ശുപാർശകളിൽ എന്ത് നടപടി സ്വീകരിച്ചു, അതിലെ ഏത് ശുപാർശ നോൺ അക്സെപ്റ്റബിൾ ആണ്, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്, അതിൻ്റെ റീസൺ എന്താണ്, എന്തുകൊണ്ട് കമ്മീഷൻ പറഞ്ഞ റെക്കമെൻഡേഷനിൽ ചിലത് അംഗീകരിക്കാൻ കഴിയില്ല, അതിൻ്റെ കാരണവും കൂടി ഈ മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടാണ് റിപ്പോർട്ടിനോടൊപ്പം എവിടെ പാർലമെൻറ്റിന് മുമ്പിൽ രാഷ്ട്രപതി വയ്ക്കുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചു, ആ സ്റ്റേറ്റ് റിപ്പോർട്ട് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ദി പ്രസിഡന്റ് ആൾസോ ഫോർവേഡ് എനി റിപ്പോർട്ട് ഓഫ് കമ്മീഷൻ പെർട്ടൈനിങ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദി സ്റ്റേറ്റ് ഗവർണർ. നോക്കൂ, ദി പ്രസിഡന്റ് ആൾസോ ഫോർവേഡ് എനി റിപ്പോർട്ട് ഓഫ് ദി കമ്മീഷൻ പെർട്ടൈനിങ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. നോക്കൂ, ഈ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ബാധകമാണ്. ഏത് സംസ്ഥാനത്തെ പട്ടികജാതിക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളിലും ഇടപെടാൻ നാഷണൽ കമ്മീഷൻ അവകാശമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിഷയമാണെങ്കിലും രാഷ്ട്രപതിക്ക് ആണ് ശുപാർശ കൊടുക്കുന്നത്. രാഷ്ട്രപതി എന്ത് ചെയ്യുന്നറിയാമോ? അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു സ്റ്റേറ്റ് ഗവർണർക്ക് നൽകും. ഏത് സംസ്ഥാനത്താണ് പട്ടികജാതിക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നം ഈ റിപ്പോർട്ടിൽ കമ്മീഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ സംസ്ഥാന ഗവർണർക്ക് രാഷ്ട്രപതി ആ റിപ്പോർട്ട് അയച്ചു കൊടുക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് യൂണിയൻ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഏത് പ്രദേശങ്ങളിലെയും പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നം ആർക്ക് വിഷയമാണ്? നാഷണൽ കമ്മീഷന് വിഷയമാണ്. അപ്പോൾ എവിടെ ഇടപെടാം? അപ്പോൾ ഒരു സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷൻ രാഷ്ട്രപതിക്ക്, ആ കമ്മീഷൻ ആ സംസ്ഥാനത്ത് നിന്നും കൊടുക്കൂല, രാഷ്ട്രപതിക്ക് കൊടുക്കുള്ളൂ. രാഷ്ട്രപതിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്താൽ രാഷ്ട്രപതി എന്ത് ചെയ്യും? ആ റിപ്പോർട്ട് ആ സംസ്ഥാന ഗവർണർക്ക് കൈമാറും. ഗവർണർ എന്ത് ചെയ്യും? ഗവർണർ പ്ലേസസ് ഇറ്റ് ബിഫോർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രപതി പാർലമെന്റിന് സമർപ്പിക്കും പോലെ ഗവർണർ പ്ലേസസ് ഇറ്റ് ബിഫോർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നേരത്തെ പറഞ്ഞ പോലെ എലോങ് വിത്ത് എ മെമ്മോറാണ്ടം എക്സ്പ്ലെയിൻ ദി ആക്ഷൻ ടേക്കൺ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കമ്മീഷൻ. കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ശുപാർശയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു മെമ്മോറാണ്ടത്തോടു കൂടി ഗവർണർ സംസ്ഥാന നിയമസഭയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കും. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ബാധകമാണ്. ദി മെമ്മോറാണ്ടം ഷുഡ് ആൾസോ കണ്ടെയ്ൻ ദി reasons for the non-acceptance of any of such a recommendation. എന്ത് കാരണത്താലാണ് അത് നോൺ അക്സെപ്റ്റബിൾ ആയത്, അതിൻ്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കാൻ കഴിയാത്തത് എന്ന കാരണവും കൂടി ഗവർണർ അതിൽ വ്യക്തമാക്കിയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി പവേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ പവേഴ്സ് എന്താണെന്ന് നോക്കാം. ദി കമ്മീഷൻ വൈൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് എനി മാറ്റർ or requiring into complaint has all the powers of civil court. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. A civil court, അതായത് കമ്മീഷൻ has
all the powers of civil court in following matters. അത് ഓർമ്മിച്ചാൽ മതി. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു എൻക്വയറിയുമായി ബന്ധപ്പെട്ട് നാഷണൽ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അപ്പോൾ സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കൂ. സമ്മണിങ് ആൻഡ് എൻഫോഴ്സിങ് അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ഫ്രം എനി പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് എക്സാമിൻ ഹിം ഓൺ ഓത്ത്. രാജ്യത്തെ ഏത് പ്രദേശത്തുള്ള ഒരാളിനെയും പട്ടികജാതി പട്ടികവർഗവുമായി ബന്ധപ്പെട്ട് അതിക്രമം നടത്തിയ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് വ്യക്തിയെയും രാജ്യത്തിൻ്റെ ഏതു പ്രദേശത്തു നിന്നും വിളിച്ചു വരുത്തുവാനും അയാളെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്താനും കമ്മീഷൻ അധികാരമുണ്ട്. ഏതൊരാളെയും കമ്മീഷന് മുമ്പിൽ വിളിച്ചു വരുത്തിയിട്ട് കോടതി മുമ്പിൽ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്നൊക്കെ പറയും പോലെ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ രേഖപ്പെടുത്തിയെടുക്കാൻ കമ്മീഷൻ അധികാരമുണ്ട്. അതൊരു സിവിൽ കോടതിയുടെ അധികാരമാണ്. അപ്പോൾ ഇതാണ് സിവിൽ കോടതി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അതായത് സിവിൽ കോടതിയുടെ അധികാരം വെച്ച് കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും? രാജ്യത്തിൻ്റെ ഏത് കോണിലുള്ള വ്യക്തിയെയും വിളിച്ചു വരുത്താം, അയാളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ട് അയാളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാം. അടുത്ത് നോക്കൂ. റിക്വയറിംഗ് ദി ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെൻ്റ്. ഏത് രേഖകളും ആവശ്യപ്പെടാം. ഏത് രേഖകളെക്കുറിച്ചും അന്വേഷണം നടത്താം. ഏത് രേഖകളും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആ റിലേറ്റഡ് പേഴ്സണോടോ സ്ഥാപനത്തോടോ ആവശ്യപ്പെടാം. ഇത്ര സമയത്തുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഹാജരാക്കണം. അങ്ങനെ സിവിൽ കോടതിയല്ലേ അങ്ങനെ പറയുന്നത്, തെളിവുകൾ ഹാജരാക്കുക എന്ന് പറയുന്നത്. അതേപോലെ സിവിൽ കോടതിയുടെ അധികാരം. അപ്പോൾ ഏത് വ്യക്തിയെയും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം. ഏത് രേഖകളും ആവശ്യപ്പെടാം. ഇനി റിസീവിങ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സത്യവാങ്മൂലം. ആരെങ്കിലും ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ അന്വേഷിച്ച് കണ്ടെത്താം. ഇപ്പം ഞാനൊരു സത്യവാങ്മൂലം അഫിഡവിറ്റ് കമ്മീഷന് മുമ്പിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അഫിഡവിറ്റ് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ പോരാ. അതിൽ പറയുന്ന കാര്യങ്ങളുടെ എന്താ പറയുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസ് വേണ്ടേ. അപ്പോൾ ആ അഫിഡവിറ്റിന്മേൽ ഒരു സത്യവാങ്മൂലത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? കമ്മീഷനുണ്ട്. ക്ലിയർ അല്ലേ? നോക്കൂ. റിക്വസിഷനിങ് എനി പബ്ലിക് റെക്കോർഡ്സ് ഓർ കോപ്പി thereof ഫ്രം എനി കോർട്ട് ഓർ ഓഫീസ്. ഇതാണ് റിക്വസിഷനിങ് എനി പബ്ലിക് റെക്കോർഡ്. പൊതുരേഖകൾ. ഏത് കോടതിയിൽ നിന്നോ ഏത് ഓഫീസിൽ നിന്നോ പൊതുസ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള പൊതുരേഖകൾ ശേഖരിക്കാൻ ആർക്ക് അവകാശമുണ്ട്? കമ്മീഷൻ അവകാശമുണ്ട്. അതായത് പൊതുരേഖകൾ കോടതികളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ കളക്ട് ചെയ്യാനുള്ള അധികാരം, ശേഖരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനുണ്ട്. അടുത്ത് നോക്കൂ. ഇഷ്യൂയിങ് സമൺസ് ഫോർ ദി എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ആൻഡ് ഡോക്യുമെൻ്റ്. ഇനി സമൻസ് അയച്ചുകൊണ്ട് സാക്ഷികളെയും രേഖകളെയും വിളിച്ചു വരുത്താം. അതായത് ഒരു വ്യക്തിയെ ഹാജരാക്കാൻ വേണ്ടി സമൻസ് അയക്കാം. സമൻസ് അതാണല്ലോ, അത് കോടതിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അയക്കുന്ന നോട്ടീസാണ് സമൻസ് എന്ന് പറയുന്നത്. അങ്ങനെ സമൻസ് അയക്കാൻ കോടതിക്ക് കഴിയും. അതേ അധികാരം ആർക്കുമുണ്ട്? നമ്മുടെ കമ്മീഷനുമുണ്ട്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇഷ്യൂയിങ് സമൻസ് ഫോർ ദി എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസസ് ആൻഡ് ഡോക്യുമെൻ്റ്. സാക്ഷികളെയും രേഖകളെയും സമൻസ് അയച്ച് കോടതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കാം. ഇനി എനി അതർ മാറ്റേഴ്സ് വിച്ച് ദി പ്രസിഡന്റ് മേ ഡിറ്റർമൈൻ. ഇനി രാഷ്ട്രപതി തീരുമാനിക്കുന്ന മറ്റേത് കാര്യവും ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഇത് പവേഴ്സാണ്. നേരത്തെ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് പറഞ്ഞത്, ഇത് പവേഴ്സാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ടേ വരുള്ളൂ. ഇനി ചെയർപേഴ്സൺസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ. നോക്കൂ. കറണ്ട് ചെയർപേഴ്സൺ, കറണ്ട് അഫേഴ്സ് ചോദ്യമാണ്. നിലവിൽ ആരാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ? നമ്മൾ പഠിച്ചത് ആരാണ്? കിഷോർ മക്വാനയാണ് നിലവിലെ ചെയർമാൻ. കിഷോർ മക്വാന. ആ പേരുകൾ ഓർമ്മയുണ്ടോ? 1978 വെറുതെ ഒരു എന്താ പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വന്നപ്പോൾ ആദ്യത്തെ ചെയർമാൻ ബോല പസ്വാൻ ശാസ്ത്രിയാണ്.
പിന്നെ 1992 മാർച്ച് 12 65-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ഭരണഘടനാ സ്ഥാപനമായി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ സംയുക്ത കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ ആദ്യ ചെയർമാൻ SH രാംധനാണ്. രാംധൻ. എന്നിട്ട് അത് 89-ാം ഭേദഗതിയിലൂടെ ബൈഫർക്കേറ്റ് ചെയ്ത് 2 ഇൻഡിപെൻഡൻറ്റ് കമ്മീഷനായി മാറിയപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാൻ ആയിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആയിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലർക്ക് മാറിപ്പോകാതിരിക്കാൻ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി. പട്ടികവർഗ കമ്മീഷൻ, കൻവർ ആ പേരെങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല. പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനാണ് കൻവർ സിംഗ്. പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ആര്? അത് സൂരജ് ഭാൻ. എന്നാൽ ഇപ്പം ചോദിക്കുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന, മറക്കരുത്. ഫസ്റ്റ് ചെയർമാൻ സൂരജ് ഭാൻ ഞാൻ പറഞ്ഞു. ഇനി നോക്കാം നമുക്ക്. ദി ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഹൂ ഹെൽഡ് ഓഫീസ് ഫോർ 2 കോൺസിക്യൂട്ടീവ് ടേംസ്. 2 തവണ തുടർച്ചയായി അല്ലെങ്കിൽ 2 തവണ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ഒരാളുണ്ട്. എന്താണ്? PL പുനിയ എന്ന് പറയുന്ന ആളാണ്. ഡോക്ടർ പുനിയയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ എന്താണ് 2 തവണ ചെയർമാനായ വ്യക്തി. ഓക്കെ, അടുത്ത നോക്കൂ. ഇനി നമ്മുടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ എന്താണ് ചെയർമാന്മാരായിട്ടിരുന്ന വ്യക്തികൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്താണ് മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചോദിച്ചു, താഴെ പറയുന്നവരിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ പദവി വഹിച്ചിട്ടില്ലാത്തതാര്? ഇപ്പം ചോദിച്ചതാണ്. അതുപോലെ ഇവിടെ ഒരു ചോദ്യം വരാം, താഴെ പറയുന്നവരിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ പദവി വഹിച്ചിട്ടില്ലാത്തവരാര്? ഇതിലൊന്നും പറയാത്ത ഒരാളുടെ പേരായിരിക്കും ആൻസർ. അപ്പം നിങ്ങളിത് ആരൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ? സൂരജ് ഭാൻ, അടുത്തത് ബൂട്ടാ സിംഗ്, രണ്ടാമത്തെ ആൾ ബൂട്ടാ സിംഗ്. PL പുനിയ, 2 തവണ തുടർച്ചയായിരുന്ന ആളാണ് PL പുനിയ, ഡോക്ടർ പുനിയ. നോക്കൂ, രാം ശങ്കർ കഥേരിയ അടുത്ത ആൾ. 4-ാമത്തെ ആള് രാം ശങ്കർ കഥേരിയ ആയിരുന്നു 4-ാമത്തെ ചെയർമാൻ. 5-ാമത്തെ എന്ന് വെച്ചാൽ കിഷോർ മക്വാനയ്ക്ക് തൊട്ട് മുമ്പ്, ഇപ്പോഴുള്ള ആളിന് തൊട്ട് മുമ്പ് ഇരുന്ന ആള് വിജയ് സാംപ്ല. ഇപ്പോഴത്തെ ആളാരാണ്? കിഷോർ മക്വാന, കറണ്ട് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞ് കമ്മീഷനാണ്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ചുള്ളൊരു കുഞ്ഞ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതിലുള്ള ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി പഠിക്കുക, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.